തിരുവചന പഠനത്തിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മളിന്ന് പ്രവേശിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന തിരുവചന പഠനം ശീഘ്രമായ തിരുവനന്തപുരത്താവ് സഹായിച്ചനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. രാത്രി തുടർന്നുള്ള ചിന്തയിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിലാണ് നാം കഴിഞ്ഞ ചിന്തിച്ചുകൊണ്ടിരുന്നത്. അതേക്കുറിച്ച് ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ചില കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചു. യോഹന്നാൻ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്ന ബേഥാനിയയിലേക്ക് യെരൂശലേമിൽ നിന്ന് യഹൂദന്മാർ പുരോഹിതന്മാരെയും ലേവ്യരെയും അവന്റെ അടുക്കൽ അയച്ചത് ചില ചോദ്യങ്ങളുമായിട്ടായിരുന്നു. അവൻ ആരാകുന്നു എന്നതിനെ കുറിച്ചുള്ള സ്പഷ്ടത വരുത്തി മടങ്ങി വരണമെന്നുള്ളതാണ് ഈ പുരോഹിതന്മാരെ ലേവ്യരെയും അയച്ചപ്പോൾ അവരോട് അവരെ അവിടേക്ക് അയച്ചതിന്റെ ഉദ്ദേശം അതായിരുന്നു. അവർ വന്ന 3 കാര്യങ്ങളാണ് യോഹന്നാൻ സ്നാപകനോട് ചോദിച്ചത്. അവർ ആദ്യമേ ചോദിച്ചത് നീ ക്രിസ്തുവാണെന്ന് ചോദിച്ചു. അല്ല എന്ന് പറഞ്ഞു. ഏലിയാവാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ അതല്ല. ആ പ്രവാചകനാണോ എന്ന് ചോദിച്ചപ്പോൾ അതുമല്ല. അവർക്ക് 3 കാര്യങ്ങളാണ് യഹൂദന്മാർക്ക് അറിയേണ്ടത്. അവർ ഈ ക്രിസ്തുവിന് വേണ്ടി, ഏലിയാവിന് വേണ്ടി, മോശ പറഞ്ഞ പ്രവാചകന് വേണ്ടി അവർ കാത്തിരുന്നവരായി. എന്നാൽ ഇതെല്ലാം നിറവേറപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ആണ് യേശുക്രിസ്തു ലോകത്തിൽ വന്നത് എന്നതിനെ കുറിച്ച് നാം പരിശോധിച്ച് പങ്കെടുക്കാത്തത്. നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അനുഗ്രഹത്തിന്റെ സമയമായി, അനുഗ്രഹത്തിന്റെ ശുശ്രൂഷയ്ക്കായി, ആരാധനയ്ക്കായി ദൈവം തന്റെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് മുഖാന്തരമായി ഒരു കൂട്ടം ജനം ഒരുക്കപ്പെട്ടു. അത് കൃപയുടെ ബഹുത്വത്താൽ കൃപ പ്രാപിച്ചവരായി, നിറവുള്ളവരായി, ആത്മീയ നിറവിന്റെ പെന്തക്കോസ്ത് ആരാധനയുടെ ആൾക്കാരായി ദൈവം നമ്മളെ തീർത്തു എന്നതിനെ കുറിച്ചും നാം കഴിഞ്ഞ പാഠികയായിട്ട്. തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ച പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ 1 മുതൽ 29 വരെയുള്ള വാക്യങ്ങളെ ഉള്ള ബന്ധത്തിൽ പിറ്റന്നാൾ യേശു തന്റെ അടുക്കൽ വരുന്നത് അവൻ കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന്. 1-ാം അധ്യായത്തിലെ 3 പിറ്റന്നാൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഡേ, ഫോളോയിങ് ഡേ എന്നാണ് അത്. അതിന്റെ അർത്ഥം ഈ പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫുകളിൽ 29-ാം വാക്യത്തിൽ പറയുന്ന പിറ്റന്നാളും 35-ാമത്തെ വാക്യത്തിൽ പറയുന്ന പിറ്റന്നാളും അതുപോലെ 43-ാം വാക്യത്തിൽ പറയുന്ന പിറ്റന്നാളും തമ്മിൽ അടുത്ത ദിവസങ്ങളല്ല എന്നുള്ളത് നാം അത് തിരുവചനം ശരിക്ക് ഗ്രഹിക്കുന്നതിൽ മനസ്സിലാക്കാൻ സാധിക്കും. വായിക്കുമ്പോൾ പിറ്റന്നാൾ പറയുമ്പോൾ അടുത്തടുത്ത 3 ദിവസങ്ങളുള്ള ബന്ധത്തിലല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ ആദ്യത്തെ ഭാഗം, 1-ാമത്തത് പിറ്റന്നാൾ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശുക്രിസ്തു സ്നാനമേൽക്കുവാൻ വേണ്ടി ഗലീലയിൽ നിന്ന് യോർദാനക്കരെ ഈ യോഹന്നാൻ സ്നാപകന്റെ അടുത്തേക്ക് വരുന്ന ആ സന്ദർഭത്തിലാണ് പിറ്റന്നാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ വന്നപ്പോൾ യേശുവിനെ നിങ്ങൾ അറിയാത്ത ഒരുത്തൻ ഇതിനിടയിൽ നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ യോഹന്നാൻ സംസാരിച്ചു. അതിനടുത്ത ദിവസമാണ് യേശു സ്നാനപ്പെടുവാൻ വേണ്ടി യോഹന്നാന്റെ അടുക്കലേക്ക് എത്തിച്ചേരുന്നത്. അങ്ങനെ യേശുവിനെ യോഹന്നാൻ സ്നാപകൻ വെളിപ്പെടുത്തുകയാണ്, ലോകത്തെ വെളിപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞു. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അപ്പോൾ സ്നാനപ്പെടുന്നതിന് മുമ്പുള്ള അതിനുള്ള അടുത്ത ദിവസത്തെ ഉള്ള ബന്ധത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസത്തെയാണ് പഠിക്കുന്നത്. എന്റെ പിന്നാലെ ഒരു പുരുഷൻ വരുന്നു, അവൻ എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് മുമ്പനായി തീർന്നതെന്ന് ഞാൻ പറഞ്ഞ ഇവൻ തന്നെ. ഞാനോ അവനെ അറിഞ്ഞില്ല. എങ്കിലും
അവൻ ഇസ്രായേലിനെ വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും അവൻ ഇസ്രായേൽ വെളിപ്പെടേണ്ടതിന് ഞാൻ വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ വന്നിരിക്കുന്നു പറഞ്ഞു. യോഹന്നാൻ പിന്നെയും സാക്ഷ്യം പറഞ്ഞത്, ആത്മാവ് ഒരു പ്രാവ് പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു, അത് അവന്റെ മേൽ വസിച്ചു, ഞാനോ അറിഞ്ഞില്ല. അപ്പോൾ യേശുക്രിസ്തു വന്ന് ഈ പിറ്റേന്ന് സ്നാനത്തോട് ബന്ധത്തിൽ സ്നാനം കഴിഞ്ഞ അടുത്ത ദിവസത്തെ കുറിച്ചുള്ള സാക്ഷ്യമാണ് ഞങ്ങളുടെ ഈ ആദ്യം പറഞ്ഞതിൽ നിന്ന് ഒന്നുകൂടെ മാറ്റി നമ്മൾ പറയേണ്ടതായിട്ട് ഇവിടെ നമുക്കത് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പിറ്റന്നാൾ എന്ന് പറയുമ്പോൾ യേശുവിന്റെ സ്നാനം കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു സ്നാനപ്പെട്ട ശേഷമായി മറ്റ് സുവിശേഷകർ പറഞ്ഞിരിക്കുന്നത് അവൻ ആത്മാവ് നിറഞ്ഞവനായി അവൻ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു എന്നാണ് മറ്റ് സുവിശേഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിറ്റന്നാൾ എന്ന് പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ യേശുവിന്റെ സ്നാനം കഴിഞ്ഞ ഉടൻ തന്നെ യേശുവിനെ കുറിച്ച് സാക്ഷീകരിച്ചിട്ട് ഈ യോഹന്നാന്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുന്നതിനെ കുറിച്ചുള്ളതാണ് ഇവിടെ രേഖപ്പെടുത്തി. അപ്പോൾ യേശു നമ്മളിതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ സ്നാനത്തോടനുബന്ധമായിട്ടുള്ള സാക്ഷ്യം യഹൂദന്മാർ കേൾക്കെ, ലോകം കേൾക്കെ എല്ലാവരോടുമായി അവൻ സംസാരിപ്പാൻ തീർന്നു. അവൻ പരിശുദ്ധാത്മാവിനെ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കാണുകയും ഇവൻ ദൈവത്തിൽ നിന്ന് സാക്ഷ്യം പറയുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷമായി യേശുക്രിസ്തു 40 ദിവസത്തെ മരുഭൂമിയിലേക്ക് സാത്താനാൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി കടന്നുപോയി എന്നാണ് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് കാണാം. അപ്പോൾ പിറ്റന്നാൾ സ്നാനപ്പെട്ട ശേഷമായി അടുത്ത ദിവസം ഈ സാക്ഷ്യം പറഞ്ഞ ഉടൻ തന്നെ യേശു പുറപ്പെടുന്നത് മരുഭൂമിയിലേക്ക് വിട്ടുപോയി. അവിടെ 40 ദിവസം കഴിഞ്ഞ് യേശു മടങ്ങി വന്നതിന് ശേഷമുള്ള ദിവസത്തെയാണ് ഈ 35-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന പിറ്റന്നാൾ. യോഹന്നാൻ പിന്നെയും ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാണ്. അപ്പോൾ ഇത് 40 ദിവസത്തെ വ്യത്യാസമുണ്ട്. ഒന്ന് സ്നാനപ്പെട്ട ശേഷമായി യേശു അങ്ങനെ അടുത്തടുത്ത ദിവസങ്ങൾ അവിടെ നിന്നില്ല. നമുക്ക് സുവിശേഷത്തിൽ നോക്കാൻ സാധിക്കുന്നത് മത്തായിയും മർക്കോസും ലൂക്കോസും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് അവൻ 40 ദിവസം മരുഭൂമിയിലേക്ക് പോയി എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷമാണ് യേശു മടങ്ങി വരുന്നത്. അപ്പോൾ അനന്തരം ആത്മാവിനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചു. അവിടെ സാത്താനിൽ പരീക്ഷിക്കപ്പെട്ട് 40 ദിവസം മരുഭൂമിയിൽ കാട്ടുമൃഗങ്ങളോടെയായിരുന്നു ദൂതന്മാർ അവനെ ശുശ്രൂഷിച്ചു പോന്നു. അപ്പോൾ യോഹന്നാൻ മർക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 12-13 വാക്യങ്ങളാണ് ഞങ്ങൾ വായിച്ചത്. അതിന്റെ 14-ാം വാക്യം വായിക്കുമ്പോൾ, എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അപ്പോൾ ഈ അടുത്ത പിറ്റന്നാൾ എന്ന് പറഞ്ഞിരിക്കുന്നത് ഉടനെ നടക്കുന്ന സംഭവമല്ല. യേശു ഗലീലയിലേക്ക് മടങ്ങിച്ചെല്ലുന്നത് യോഹന്നാൻ തടവിലായതിനു ശേഷമാണ്. അതാണ് അതിന്റെ 43-ാമത്തെ വാക്യത്തിൽ പറയുന്ന പിറ്റന്നാൾ യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. അപ്പോൾ ഗലീലയ്ക്ക് യേശു പുറപ്പെടുന്നത് എന്നാണ്? അത് യേശുവിനെ സ്നാനപ്പെടുത്തി അടുത്ത 2 ദിവസം കഴിഞ്ഞ് അല്ല യോഹന്നാൻ തടവിലാകുന്നത്. യോഹന്നാനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവരോട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഇന്ന് പോകാൻ ആഗ്രഹിച്ചു. പക്ഷെ എന്നാൽ ഈ പിറ്റന്നാൾ എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ സന്ദർഭം എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കണം. അപ്പൊ നമ്മളിത് വായിച്ചു പോകുമ്പോൾ പിറ്റന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മള് നെസ്റ്റഡേ എന്നുള്ള രീതിയിലല്ല ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ സുവിശേഷങ്ങളെല്ലാം താരതമ്യം ചെയ്ത് മനസ്സിലാക്കി പഠിച്ചെങ്കിലേ നമുക്ക് ഇതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പാട് ലഭിക്കും.
അതല്ലാതെ നമ്മൾ പിറ്റന്നാൾ യേശു എൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഇതാ ലോകത്തിന്റെ പാപം നമുക്ക് ദൈവത്തിന് ഞാനെന്ന് പറഞ്ഞു. അടുത്ത ദിവസം പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും ശിഷ്യന്മാർ രണ്ടുപേരും നിൽക്കുമ്പോൾ അല്ല സംഭവം. അതങ്ങനെയല്ല. പിന്നെ അടുത്ത പിറ്റന്നാൾ പറയുന്നത് യോഹന്നാൻ തടവിലായ ശേഷമുള്ള പിറ്റന്നാൾ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, യേശുക്രിസ്തു പുനരുത്ഥാനത്തെ കുറിച്ചും പഠിക്കണമെങ്കിൽ 4 സുവിശേഷങ്ങളും സംബന്ധമായിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ പഠനമുണ്ടെങ്കിലേ സംശയം ഇല്ലാതെ യേശുക്രിസ്തു പുനരുത്ഥാനത്തെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നു. ഇതിങ്ങനെ മർമ്മമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് വചനം വസ്തുതപരമായി മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ അതിനെ സന്ദർഭങ്ങളോടുള്ള ബന്ധത്തിൽ നാം അതിനെ വിശകലനം ചെയ്ത് മറ്റുള്ള സുവിശേഷങ്ങളുമായി താരതമ്യം ചെയ്ത് മനസ്സിലാക്കിയെങ്കിലേ ഇവിടെ ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ആ സീക്വൻസ് നമുക്ക് ലഭിക്കൂ. അതാണ് തിരുവനന്തപുരത്തിൽ നിന്ന് ഇന്ന് രാത്രിയിൽ ഞാൻ വെളിപ്പെടുത്താൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ യേശുവിന്റെ സ്നാനത്തിന് ശേഷമായി പിറ്റന്നാൾ എന്നുള്ളത് പൊതുവിലുള്ള യോഹന്നാന്റെ സാക്ഷീകരണമാണ്. അപ്പോൾ ഈ സമയത്ത് ഈ ഗലീലയിലുള്ള പത്രോസ്, അന്ത്രയോസ്, യോഹന്നാൻ ഇങ്ങനെയുള്ള പല ആൾക്കാരും ഈ യോഹന്നാന്റെ യോഹന്നാന്റെ ശിഷ്യനായതോടെ അവനോട് കൂടെ ഇവരും സ്നാനപ്പെടാനും ഒക്കെ ആയിട്ട് ഈ യോർദാനക്കരെ ബേഥാനിയിലുണ്ടായിരുന്നു. അവരും യോഹന്നാന്റെ പിന്നാലെ യോഹന്നാന്റെ ശിഷ്യനായിട്ട് കൂടെ നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കാണുന്നത്. അവര് ഗലീലക്കാരാണ്, ബെത്സയിദയിൽ നിന്നുള്ളവരാണ്. പത്രോസും യാക്കോബും ഒക്കെ, പത്രോസും അന്ത്രയോസും ഒക്കെ. ആ സമീപ പ്രദേശങ്ങളിൽ നിന്ന് ഇവരെങ്ങനെയാണ് ഇവിടെ വന്നു ബെഥാനിയിൽ വന്നതെന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു സ്നാനമേൽക്കുന്ന ആ കാലത്ത്, ആ സമയത്ത് ഈ ഗലീലയിൽ നിന്ന് യേശു പുറപ്പെടുന്നതിനോടനുബന്ധമായി ഇവിടുന്ന് വലിയൊരു ആൾക്കാരും ഒരു കൂട്ടവും ഈ യോർദാനക്കരെ വന്നിരുന്നു. നമ്മൾ ആദ്യം കാണുന്നത് യെരൂശലേമിലും യഹൂദയിലുമുള്ളവരാണ് യോഹന്നാന്റെ അടുക്കൽ വന്നത്. എന്നാൽ യേശു നസറേത്തിൽ നിന്ന് ഈ ഗലീലയിലെ നസറേത്തിൽ നിന്ന് സ്നാനമേൽക്കാൻ വേണ്ടി യേശു വരുന്നതോടൊപ്പം തന്നെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാര് അവന്റെ പിന്നാലെ ഈ യോർദാനക്കര വന്നു. ആ കൂട്ടത്തിൽ ഈ യേശുവിന്റെ ശിഷ്യന്മാരെ തിരാളോരും എത്തിച്ചേർന്നത്. അങ്ങനെയാണ് അവരോട് എത്തിച്ചേർന്ന് അവര് സ്നാനപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വസ്തുതകളെ യഥാർത്ഥമായി മനസ്സിലാക്കി ചിന്തിച്ചെങ്കിലേ ഇതിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കി, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഇവിടെ പത്രോസും ഇവരൊക്കെ എങ്ങനെയാണ് ബെത്ലഹേമിൽ ഉള്ളതെന്നുള്ളത് സംശയം നമുക്ക് ഉണ്ടാകാൻ തരും. ഇവര് വന്നു കഴിഞ്ഞപ്പോൾ, സ്നാനപ്പെട്ടു കഴിഞ്ഞപ്പോൾ യേശു മരുഭൂമിയിലേക്ക് ഒറ്റയ്ക്ക് അവൻ പരിശ്രമം നിറഞ്ഞവനായി മരുഭൂമിയിലെ ഉപവാസത്തിന് വേണ്ടി കടന്നുപോയപ്പോ യോഹന്നാനോട് കൂടെ ഈ പറയുന്ന ആൾക്കാരെ കൂടെ നിന്നിരുന്നു. അവരിൽ 2 പേര് നിൽക്കുന്ന സമയത്താണ് യേശു ഈ മരുഭൂമിയിൽ നിന്ന് സാത്താനോടുള്ള ഒന്നാമത്തെ പരീക്ഷയിൽ നിന്ന് ജയാലിതനായി യേശു വീണ്ടും ഈ യോർദാനക്കര വരുന്നത്. അപ്പോൾ മരുഭൂമിയിൽ നിന്ന് വീണ്ടും യോർദാനക്കര വന്നപ്പോൾ ആണ് അടുത്ത പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാര് 2 പേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. സ്നാനപ്പെടുന്നതിന് മുമ്പ് യോഹന്നാൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ ഒരുവൻ നിൽക്കുന്നുണ്ട്, നിങ്ങൾ അറിയാത്തൊരുവനുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് പിഴിഞ്ഞഴിപ്പാൻ പോലെ ഞാൻ യോഗ്യനല്ല എന്ന് വെളിപ്പെടുത്തിയിട്ട് അടുത്ത ദിവസം യേശു സ്നാനപ്പെടുന്നതിനെ കുറിച്ചും യേശു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവിന്റെ മേൽ ആവസിച്ചെന്നും അവൻ അവരെ പരിശുദ്ധമായി സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നുവെന്നും ഉള്ള സാക്ഷ്യമാണ് യോഹന്നാൻ അന്ന് അവിടെ വെളിപ്പെടുത്തിയത്. അതിനുശേഷമായി യേശു ക്രിസ്തു 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസത്തിന് വേണ്ടി കടന്നുപോവുകയും യേശു മടങ്ങി വന്ന ശേഷമായി വീണ്ടും യോർദാനക്കര വെച്ച് ബേഥാനിയിൽ വെച്ച് യഹൂദ മരുഭൂമിയിൽ നിന്നാണ് യേശു പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എവിടെയാണോ യോഹന്നാനായിരുന്നത് അവിടേക്ക് യേശു പരിശ്രമം നിറഞ്ഞവനായി പോയി.
അവിടെ സാത്താനാൽ എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ട് ജയാളിയായി വീണ്ടും യോഹന്നാനക്കരെ ഈ യോഹന്നാൻ സ്നാനം കഴിപ്പിക്കുന്നിടത്തിൽ വീണ്ടും യേശു കണ്ടടിയത്. അതാണ് അടുത്ത പിറ്റന്നാള് പറയുന്നത്. പിറ്റന്നാൾ യോഹന്നാൻ പിന്നെയും തന്റെ ശിഷ്യന്മാർ രണ്ടുപേരുമായി അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ യേശുവിനെ വീണ്ടും ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് വെളിപ്പെടുത്തിയപ്പോൾ യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്ന അന്ത്രയോസും അവനോട് കൂടെ ഉണ്ടായിരുന്ന യോഹന്നാൻ, പേര് പറഞ്ഞിട്ട് സുവിശേഷത്തിൽ യോഹന്നാൻ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലാണ് യോഹന്നാൻ ഞാൻ എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ സുവിശേഷത്തിൽ ഒരിക്കലും യോഹന്നാൻ തന്റെ വ്യക്തിപരമായിട്ടുള്ള പേര് വെളിപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്നാൽ ഈ യോഹന്നാൻ സ്നാപകന്റെ കൂടെ നിന്ന രണ്ട് ശിഷ്യന്മാരിൽ ഒരുവൻ യോഹന്നാനായിരുന്നു. ഈ സുവിശേഷം എഴുതിയ യേശു സ്വീകരിച്ച അപ്പോസ്തലനായ യോഹന്നാനായിരുന്നു. മറ്റൊരാള് അന്ത്രയോസാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും നിൽക്കുമ്പോഴാണ് അവിടെ നിൽക്കുമ്പോൾ കടന്നു പോകുന്ന യേശുവിനെ നോക്കിയിട്ട് ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. യേശുവിന്റെ ശുശ്രൂഷയോട് ബന്ധത്തിൽ യോഹന്നാൻ സുവിശേഷത്തിൽ യേശു ആദ്യമായി സംസാരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ എന്താ അന്വേഷിക്കുന്നുവെന്ന്. മറ്റു സുവിശേഷങ്ങളിൽ യോഹന്നാനോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷമായിട്ട് ഈ യോഹന്നാൻ സുവിശേഷത്തിൽ യേശു ആദ്യമായി സംസാരിക്കുന്നത്, മനുഷ്യരോട് സംസാരിക്കുന്നത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അവന്റെ പിന്നാലെ വരുന്ന കണ്ട രണ്ട് പേരോട്. യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്ന പഴയ നിയമത്തിന്റെ യഹൂദ പാരമ്പര്യത്തിൽ എന്തിരുന്ന ആ പ്രമാണത്തിൽ നിന്ന് വിട്ടിട്ട് യോഹന്നാനത് പറഞ്ഞു കേട്ടിട്ട് അത് കേട്ട് ആ വചനത്തിന്റെ അകത്ത് മറഞ്ഞിരിക്കുന്നതായ സത്യം അറിയുവാൻ വേണ്ടി അതിനാൽ ആകർഷിക്കപ്പെട്ടവരായി ഈ അപ്പോസ്തലനായ യോഹന്നാനും അന്ത്രയോസും കൂടി യേശുവിന്റെ പിന്നാലെ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ വചനം പറയുമ്പോൾ ഒരുപാട് പേര് കേൾക്കുമെങ്കിലും അതിനൊരു ആകർഷണത ഉണ്ടായി അതിനെ ഫോളോ ചെയ്യുന്ന അനുഗമിക്കുന്ന ചുരുക്കം പേര്. എത്ര പേര് സ്നാനപ്പെട്ടു, എത്ര പേരന്ന് വചനം കേട്ടു. പക്ഷേ യേശുവിനെ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് ഏകദേശം 40 ദിവസം മുമ്പ് കേട്ടതാണ്. അതിനുശേഷം വീണ്ടും യോഹന്നാൻ വിളിച്ചു പറഞ്ഞു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. പറഞ്ഞത് ആ രണ്ട് ശിഷ്യന്മാർ കേട്ട് യേശുവിനെ അനുഗമിച്ചു. അവര് അതുവരെ അനുഗമിച്ചിരുന്ന ആ പഴയ നിയമ പാരമ്പര്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലായി ദൈവ കുഞ്ഞാട് വെളിപ്പെട്ടു. ആ സത്യം പഴയ നിയമത്തിന്റെ അവസാന പ്രവാചകൻ ഉരുവിട്ടപ്പോൾ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ പഴയ നിയമത്തിന്റെ പ്രമാണത്തെ തികയ്ക്കുവാൻ വേണ്ടി വന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്നവനെ പിൻഗമിക്കുവാൻ വേണ്ടി ഈ രണ്ടുപേര് കൂടി അനുഗമിക്കുന്ന കണ്ടപ്പോൾ യേശു തിരിഞ്ഞ് അവർ പിന്നാലെ വരുന്നത് കണ്ട് അവരോട്, ഞാൻ വിശ്വസിക്കുന്ന ആദ്യമായി യേശുവിന്റെ പിന്നാലെ എത്തിയ രണ്ടുപേരാണ് ഈ യോഹന്നാനും അന്ത്രയോസും. ദൈവത്തിന്റെ ശിഷ്യന്മാർക്കെല്ലാം ഓരോ പ്രത്യേകതകളുണ്ട്. അപ്പൊ ഇവര് ഇത് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ ഈ ആവർത്തിച്ച് യോഹന്നാൻ സ്നാപകൻ യേശുവിനെ വെളിപ്പെടുത്തുന്നത് കേട്ടപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് സാക്ഷാൽ ദൈവവചനമാണ്. ഇതെല്ലാം സംഭവിക്കുന്നത് തിരുവെഴുത്തിൻ പ്രകാരമാണ് നടക്കുന്നത്. എങ്ങനെയെങ്കിൽ ഇനി ഞങ്ങൾ യോഹന്നാൻ സ്നാപകന്റെ പിന്നാലെ അല്ല പോകേണ്ടത്. ഞങ്ങൾ യോഹന്നാൻ സാക്ഷീകരിച്ച് അത് പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിരിക്കുന്ന ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവ കുഞ്ഞാടെന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞിരിക്കുന്ന യഥാർത്ഥമായിരിക്കുന്ന ആ പൊരുളായതിനെ
അനുഗമിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് ക്രിസ്തുവിന്റെ പിന്നാലെ അവര് സഞ്ചരിക്കാനിടയായി തീർന്നത്. ഇന്ന് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കർത്താവിന്റെ വചനം കേട്ട്, ദൈവവചനം കേട്ട്, സുവിശേഷം കേട്ട് നമ്മളും ഒരു ദിവസം ചിന്തിച്ചു, തീരുമാനിച്ചു, ഇനി ഈ പാരമ്പര്യമൊന്നും വേണ്ട, ഇതിനൊന്നും എത്തുംപിടിയില്ലാത്ത പല കാര്യങ്ങളുമാണ്, ഒന്നിനൊരു ആരംഭവും അവസാനമില്ലാത്ത പലതും ചുളുത്തുകളായി, അക്ഷരങ്ങളായി, ഒന്നിനും ഒരു മാറ്റമില്ലാതെ എന്നും അനുവർത്തിച്ചു പോരുന്ന ചില ക്രിയകൾ മാത്രമായി, ചൊല്ലുമായി അക്ഷരത്തിന്റെ ശുശ്രൂഷ കേട്ട് മടുത്തപ്പോൾ നാം തീരുമാനിച്ചു, ഇനി ഇത് വേണ്ട. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സത്യം എന്താണെന്ന് ഗ്രഹിച്ചുകൊണ്ട് അതിന് പിന്നാലെ യാത്ര തിരിച്ചവരാണ് ദൈവമക്കൾ. അതിനായി ഞാൻ ഇന്ന് രാത്രിയിൽ സ്തോത്രം. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. എത്രയോ പേർ ഈ തിരുവചനം വായിക്കുന്നുണ്ട്, എത്രയോ പേർ ഇതേക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്, ഇതേക്കുറിച്ച് ഡോക്ടറേറ്റ് എടുക്കുന്നുണ്ട്, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അവർക്കൊന്നും ഈ ദൈവത്തിന്റെ മറിഞ്ഞിരിക്കുന്ന മർമ്മങ്ങളെ യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോൾ കർത്താവ് പ്രകാരം പറഞ്ഞു, ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി ഞാൻ രാത്രി സ്തോത്രം ചെയ്യുന്നു. നമ്മളെക്കാൾ എന്ന് പറയാൻ എനിക്ക് പറയാൻ പറ്റത്തില്ല, നിങ്ങളൊക്കെ ഏത് നിലവാരത്തുള്ളവരാണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. എന്നാൽ എന്നെക്കാൾ എത്രയോ കഴിവും പഠിപ്പും സാമർഥ്യവും കഴിവും പാരമ്പര്യവും ഒക്കെ ഉണ്ടായിരുന്ന അനേകര് ലോകത്തിലുള്ളപ്പോൾ അവർക്കൊന്നും ഇതിന്റെ പൊരുൾ മനസ്സിലാകാതെ ഇന്നും പഴയതിന് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒന്നുമില്ലാതിരിക്കുന്ന എളിയവന് ഈ വചനത്തെ മനസ്സിലാക്കുവാൻ, ഇതിനകത്ത് സത്യമുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാരമ്പര്യങ്ങളെ വിട്ടെറിഞ്ഞ് ക്രിസ്തുവിന് പിന്നാലെ യാത്ര തിരിയുവാൻ വേണ്ടി തീരുമാനമെടുത്തപ്പോൾ അവൻ തിരിഞ്ഞു ചോദിച്ചതാണ്, നീ എന്താ അന്വേഷിക്കുന്നത്? അത് ലോകത്ത് അനേകർ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷിപ്പീൻ കണ്ടെത്തും എന്നുള്ള വചനപ്രകാരം ഈ യോഗജ്ഞാനി മന്ത്രികോസും അങ്ങനെയുള്ള ചില വ്യക്തികൾ ഇവർ ഈ ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിക്കുന്നത് കേൾക്കുമ്പോൾ അവർക്ക് എൻ്റെ ആഗ്രഹമുണ്ടായിരുന്നു എന്ന് നിവൃത്തീകരിക്കുന്ന ചിന്തയാണ് ഉണ്ടായത്. മറ്റുള്ളവർക്ക് ഇത് വായന കേൾവി മാത്രമായി പാരമ്പര്യ ചടങ്ങുകളായി മാറുമ്പോൾ ചില നിവൃത്തീകരണത്തിന് വേണ്ടി എന്നാണ് സംഭവിക്കുന്നത് ആഗ്രഹത്തോടുകൂടി ദൈവനെ കേൾക്കുന്നവരുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരായിരുന്നു യേശുവിനെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ. ഇവര് ഇറങ്ങിത്തിരിച്ചപ്പോൾ പിന്നാലെ വരുന്നത് കണ്ട് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് ചോദിച്ചു. അവൻ റബി എന്ന് വെച്ചാൽ ഗുരു നീ എവിടെ പാർക്കുന്നു എന്ന് ചോദിച്ചു. അവർ മറ്റൊന്നുമല്ല ചോദിച്ചത്, അവർക്ക് യവനസ്നാപൻ എവിടെയാ താമസിക്കുന്ന അറിയാം. പുരോഹിതന്മാരും ലേവ്യരും മറ്റുള്ളവരൊക്കെ എവിടെയാ താമസിക്കുന്നവർക്ക് അറിയാം. എന്നാൽ യോഹന്നാൻ സാക്ഷീകരിച്ച ഈ ദൈവത്തിനായിരിക്കുന്ന ക്രിസ്തു സാക്ഷാൽ അവൻ എവിടെയാണ് പാർക്കുന്നത് അതിന്റെ അർത്ഥം സ്നാനത്തിന് ശേഷമായി യേശുവിനെ ഇവരാരും കണ്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ ചോദ്യം വന്നത്. അപ്പോൾ അവരവിടെ തിരിച്ചന്ന് തന്നെ ഗലീലേക്ക് പോയത്. നമ്മളൊരു പക്ഷേ വായിക്കുമ്പോൾ നേരത്തെ ചിന്തിച്ചു വെച്ചിരുന്നത് സ്നാനപ്പെട്ട് ഉടനെ തന്നെ യേശു ഗലീലേക്ക് മടങ്ങിപ്പോയത്. അങ്ങനെയല്ല. സ്നാനപ്പെട്ട് അവിടെ 40 ദിവസത്തെ മരുഭൂമിയിലെ ഉപവാസം എല്ലാം കഴിഞ്ഞ് വീണ്ടും കർത്താവ് ഈ ബേത്യാനിയിൽ തന്നെയാണ് യഹൂദ മരുഭൂമിയിൽ നിന്ന് മടങ്ങി വന്നത്. അവിടെ യേശു അതിലൂടെ നടന്നു പോകുമ്പോൾ അവൻ പിന്നെയും യേശുവിനെ കണ്ടിട്ട് പറഞ്ഞതാണ് ഈ സ്റ്റേറ്റ്മെന്റ്. അത് കേട്ടിട്ടാണ് രണ്ടുപേര് യേശുവിന്റെ പിന്നാലെ അന്വേഷിച്ചു പോകാൻ കഴിയാത്തത്. അപ്പോൾ ചോദിക്കുക, നീ എവിടെ പാർക്കുന്നു? എവിടെയാ വാർത്തത്? കഴിഞ്ഞ 40 ദിവസം കൂടി യേശു പ്രാർത്ഥന എവിടെയാ? മരുഭൂമിയിലായിരുന്നു. അപ്പോൾ ഇവർ ചോദിക്കുക, നീ എവിടെയാ പാർക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട് വന്ന് കാൺമേൽ എന്ന് പറഞ്ഞു. എന്താ
ഞാൻ എവിടെയാ പാർക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയണം. അത് ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിലുള്ള എല്ലാവർക്കും താമസിക്കാൻ ഒരു സ്ഥലം വേണം. നമ്മുടെ കർത്താവ് നമ്മളെ പോലെ തന്നെയാണ് സാധാരണ ഒരു മനുഷ്യനായത്. ഭൂമി വന്നപ്പോൾ യേശു ഈ എല്ലാവരെയും വിട്ടുപിടിഞ്ഞ് വേറെ എവിടെയെങ്കിലും ഏതെങ്കിലും ലോകത്ത് പോയി കർത്താവ് താമസിച്ചില്ല. അവൻ താമസിക്കുന്നത് കാണിക്കത്തക്കവണ്ണമുള്ളതായ ഒരു സ്ഥലത്തായിരുന്നു യേശു താമസിച്ചിരുന്നത്. അന്ന് കാണുമീനെന്ന് പറഞ്ഞു. ഒരു സംശയമുണ്ടായി, ഈ 40 ദിവസം എവിടെയായിരുന്നു യേശു, അവൻ എവിടെയാ പാർക്കുന്നത് എന്നൊക്കെയുള്ള സംശയത്തോടെയാണ് ഇവര് ഈ സ്നാനം കഴിഞ്ഞ് അഭിഷേകം പ്രാപിച്ച അഭിഷേക നിറവിൽ അവൻ മരുഭൂമിയിൽ പോയി മടങ്ങി വന്ന യേശുവിനെ കണ്ടപ്പോൾ വീണ്ടും യോഹന്നാന്റെ ഈ സ്നാപകന്റെ ഈ ദൈവത്തിലെ കുഞ്ഞാടിനെ കുറിച്ചുള്ള വചനം കൂടി കേട്ടപ്പോൾ ഇവർ രണ്ടുപേരും കൂടി യേശു പിന്നാലെ ഇറങ്ങി തിരിച്ചത്. അവൻ അവരോട് വന്ന് കാൺമീൻ എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ താമസിക്കുന്ന ഇടം അവർ കണ്ട് അന്ന് അവനോട് കൂടെ പാർത്തു. അപ്പോൾ ഏകദേശം 10 മണി നേരം ആയിരുന്നു. 10 മണി നേരം എന്ന് പറയുമ്പോൾ നമ്മുടെ 4 PM 4 മണി. ഇതിന്റെ കണക്കനുസരിച്ച് പകലിന് 12 മണിക്കൂർ, രാത്രി 12 മണിക്കൂർ. രാത്രിയല്ല സംഭവിക്കുന്നത്, രാത്രി 10 മണിക്ക് നേരത്തല്ല, പകലാണ്. അപ്പോൾ 6 മണി നേരം എന്ന് പറയുമ്പോൾ ശരി 9 മണി വരെ 3 PM ആണ്. 10 ഇവിടെ പറയുന്ന ഏകദേശം 10 മണി നേരമായെന്ന് പറയുമ്പോൾ നമ്മുടെ ഏകദേശം ഈവനിങ് ആണ്, 4 മണി സമയം. അങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്. യേശുവിനെ കാണുന്നതും യോഹന്നാൻ ഇങ്ങനെ പറയുന്നതൊക്കെ കേട്ടിട്ട് യേശുവിനെ അനുഗമിച്ചത്. അവര് അവിടെ ചെന്ന് അന്ന് രാത്രി യേശുവിടെ രാപ്പാർത്തു. യേശുവോട് കൂടെ അന്ന് അവർ താമസിച്ചു. എവിടെയാണെന്നുള്ള ഭവനം, വീട് ഒന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല, എനിക്കറിയത്തില്ല. അതേക്കുറിച്ച് നമ്മളത് എവിടെയാണ് ബേഥയാനയിൽ താമസിച്ചതിനെ കുറിച്ച് ഇത് ഇനിയും എല്ലാവരും പറയരുത് മറിയയുടെയും ലാസിന്റെയും വീട്ടിലൊന്നും പറഞ്ഞേക്കരുത്. ആ ബേഥയാന അറ്റത്ത് അത് യോർദാന് അക്കരെയുള്ള ബേഥയാനി എന്ന് കേൾക്കുമ്പോൾ തന്നെ ലാസന്റെ വീടാണെന്ന് ചിന്തിച്ചേക്കരുത്. ലാസന്റെ വീട് യെരുശലേമിനടുത്തുള്ള സ്ഥലത്താണ് ബേഥയാനി. 2 ബേഥയാനിയുണ്ട്. അപ്പോൾ 10-ാം അധ്യായത്തിൽ 40-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് യെരുശലേമിനടുത്തുള്ള യോർദാന് ഇക്കരെയുള്ള ബേഥയാനിയാണ് ലാസിന്റെ കുടുംബം. അപ്പൊ നമ്മുടെ തന്നെ പെട്ടെന്ന് ദക്ഷിണയോട് നമ്മൾ വിളിച്ച് പറഞ്ഞേക്കരുത് ലാസറും ഒക്കെയുള്ള വീട്ടിലാ പോയി താമസം. അങ്ങനെയല്ല, അവിടെയല്ല. അറിയത്തില്ല പക്ഷെ എവിടെ താമസിച്ചുള്ളത്, എവിടെയെല്ലാം കർത്താവ് പോയി താമസിച്ചിട്ടുണ്ട്. അതിന്റെ എല്ലാം ഹിസ്റ്ററി നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. മരുഭൂമിയിൽ താമസിച്ചു വന്നപ്പോൾ അവന് താമസിക്കാനൊരു ഇടമുണ്ടായിരുന്നു. അവിടെയാണ് അവൻ പാർത്തിരുന്നത്. അവിടെ പോയി ഈ 2 ശിഷ്യന്മാർ താമസിച്ചു. ഒരു ദിവസം അവരവിടെ രാത്രി താമസിച്ചു എന്നുള്ളത് നമുക്കിവിടെ അതിന്റെ അർത്ഥം ഇവിടെ കാണിക്കുന്നത് കർത്താവ് വളരെ സിമ്പിളായിരുന്നു. യാതൊരുതുമായ മുഖം മൂടിയോ വേഷങ്ങളോ ഇല്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരു ഗുരുവായിരുന്നു നമ്മുടെ കർത്താവ്. ഒന്ന് ചോദിച്ചപ്പോ തന്നെ യാതൊന്നും പറഞ്ഞാൽ നിങ്ങള് ഞാൻ താമസിച്ച് ഒന്ന് അവിടെ ഒന്ന് കണ്ടോളാൻ പറഞ്ഞു. അവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒന്നും കർത്താവ് പറഞ്ഞില്ല. നിങ്ങൾ വരാൻ പറഞ്ഞു. അവരെ സ്വീകരിച്ചു. യേശുവിന് മനസ്സിലായി അതേ ഒരു ആത്മാപ്രേരിതരായിട്ടാണ് ക്രിസ്തുവിന് പിന്നാലെ വരുന്നത്. കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം സത്യത്തെ ഇവിടെ അന്വേഷിച്ച് നടന്നാൽ നിശ്ചയമായിട്ടും നാം പുറകെ പോകുന്നെങ്കിൽ അവൻ തിരിഞ്ഞെന്ന് ചോദിക്കും, നീ എന്താ അന്വേഷിക്കുന്നത്? ഇന്ന് രാത്രിയിലും ദൈവം സത്യാന്വേഷകളായി അന്വേഷിച്ച് നടക്കുന്ന അനേകരോട് അവൻ തിരിഞ്ഞെന്ന് ചോദിക്കുക, നിങ്ങൾ എന്താ അന്വേഷിക്കുന്നത്? നീ എന്താ അന്വേഷിക്കുന്നത്? ദൈവം ചോദിക്കുക. അന്വേഷിക്കുന്ന അവർ കണ്ടെത്തുവാൻ അറിയാത്ത കർത്താവ് പറഞ്ഞു, അന്വേഷണം കണ്ടെത്തും, മുട്ടുന്നു തുറക്കപ്പെടും, യാചിക്കുന്നുണ്ട്. ഇവരന്വേഷിച്ച് നടന്ന മറ്റൊന്നുമായിരുന്നില്ല. ഇവരന്വേഷണം രോഗസൗഖ്യമായിരുന്നില്ല. ഇവരന്വേഷിച്ച് നടന്നത് കുഞ്ഞുങ്ങൾ ജോലിക്ക് വേണ്ടി അന്വേഷണം. ഇവരന്വേഷണം മറ്റൊന്നുമായിരുന്നില്ല. ഇവരെ ഈ ദൈവവചനത്തിന്റെ സത്യം എന്താണ്, അതെങ്ങനെ നിറവേറപ്പെടുന്നു എന്നതിനെ കുറിച്ചുള്ള
കാലത്തിന്റെ അനുസരിച്ചുള്ള ചിന്താഗതികൾ മനസ്സിലാക്കുന്നവരായിരുന്നു ഈ ചെറുപ്പക്കാർ. ഇപ്പോഴവര് അന്ന് 2000 വർഷം മുമ്പ് അങ്ങനെയൊരു തലമുറ ഉണ്ടായിരുന്നു. പഴയ നിയമ കാലഘട്ടത്തിൽ നിന്ന് പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് മാറ്റം ആഗ്രഹിച്ചു. ഇന്നും ഈ കാലഘട്ടത്തിൽ അനേകർ യേശുവിനോട് പ്രാർത്ഥിക്കുന്ന, യേശു അന്വേഷിച്ച് നടക്കുന്നതൊക്കെ മറ്റ് ഭൗതിക പല നന്മകൾക്ക് വേണ്ടിയിട്ട്, പല കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെ, പലതിനു വേണ്ടിയാണ് പലരും അത് ഓരോരുത്തരോടുള്ള മുഖാന്തരങ്ങളായ ദൈവത്തെ കണ്ടുമുട്ടാനുള്ള ഓരോ മുഖാന്തരങ്ങളായിട്ട് ദൈവം തീർക്കുന്നുണ്ട്. ഇവരെ അന്വേഷിച്ച് നടന്നത് മറ്റൊന്നല്ല. ഇവരെ അന്വേഷിച്ച് നടന്നത് രോഗസൗഖ്യം വേണമെന്നോ, ഞങ്ങൾ മീൻപിടുത്തക്കാരെ ഞങ്ങളെ പെട്ടെന്ന് ഉന്നത ഉദ്യോഗസ്ഥരാക്കണമെന്നോ, അല്ലെങ്കിൽ ബോട്ട് വാങ്ങി ഞങ്ങൾക്ക് വേണമെന്നല്ല. ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇവര് യോഹന്നാൻ ഉന്നത കുടുംബത്തിൽപ്പെട്ട വ്യക്തിയായിരുന്നു. ഇതിന്റെ പശ്ചാത്തലം പടവും പുലിക്കാരും ഒക്കെ ഉള്ള ഉന്നത കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു യോഹന്നാൻ. അപ്പൊ ഈ യോഹന്നാന്റെയും അന്ത്രോസിന്റെ ഒക്കെ ആ ബെത്സൈദയിലുള്ള ആൾക്കാരുടെ ഒരു അല്ലെങ്കിൽ ആ ഗലീലയിലുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അവര് ഈ വലിയ പൊങ്ങച്ചമുള്ള ആൾക്കാരായിരുന്നില്ല. യഹൂദദേശങ്ങളിലൊക്കെ ഭയങ്കരം പൊങ്ങച്ചമാണ്, ഭയങ്കര ചിന്താഗതിയാണ്. ഞങ്ങൾക്കെല്ലാം അറിയാനുള്ള ചിന്താഗതിക്കാണ്. ഗണേശ ദേവാലയത്തെ അടുത്തല്ലേ, ചിലർക്ക് അങ്ങനെയൊക്കെ ചില ഡിനോമിനേഷൻ ഫീലിംഗ്, മറ്റു പല ചിന്തകളും ഇങ്ങനെ തലക്ക് കയറിയിട്ട് അവരെല്ലാം അറിയാവുന്ന ചിന്ത, അവർക്കൊന്നും മനസ്സിലാൻ പറ്റിയില്ല. ഏകദേശം ദൂരെ ഗലീലയിൽ ജാതിയുടെ നാടായിരിക്കുന്ന ഗലീലയിലുള്ളവർക്ക് പൊങ്ങച്ചം പറയാനൊന്നുമില്ല, പ്രശസ്തമാകുന്നുമില്ല, ഒന്നുമില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ ഈ കേൾക്കുന്ന വചനത്തിന് സ്ഥാനമുണ്ടായിരുന്നു. ഇത് തന്നെയാണ് ഈ സമയത്ത് സംഭവിക്കുന്നത്. വലിയ വീപ്പടക്കി ഞങ്ങളാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് യേശുവിൻ ദേവാലയം ഞങ്ങളുടെ അടുത്താണ് എന്നൊക്കെ പറഞ്ഞാണെന്നൊക്കെ ആർക്കും യേശുവിനെ കണ്ടെത്താൻ പറ്റാറുള്ളൂ. പക്ഷേ ഗലീലയിൽ നിന്ന് ചിലർക്ക് യേശുവിനെ കണ്ടെത്താൻ സാധിച്ചു. ഇന്ന് രാത്രി ഞാൻ ആത്മാവ് വിളിച്ചു പറയട്ടെ, നീ ഏതെങ്കിലും കാര്യത്തിന് വേണ്ടി ഊറ്റം കൊള്ളുന്നുണ്ടെങ്കിൽ അതല്ല യാഥാർത്ഥ്യമായിട്ടുള്ളത്. അതൊക്കെ താൽക്കാലികങ്ങളാണ്. കർത്താവ് താൻ സത്യം വെളിപ്പെടുത്തി കൊടുക്കുന്നത്, താൻ സംസാരിക്കുന്നത്, താൻ ഇടപെടുന്നത് വലിയ ചിന്തയുള്ള ഞങ്ങളാണ് എല്ലാം എന്ന് വിചാരിക്കുന്ന അനേകരുണ്ട്. അതിലേക്ക് ഇന്ന് കിടന്നാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ബന്ധുപ്രസ്ഥ പ്രസ്ഥാനങ്ങളിലും പലർക്കും തലക്കനം കൂടിപ്പോയി. എല്ലാം അറിയാമെന്നോ അല്ലെങ്കിൽ ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ആൾക്കാരെന്നോ ഉള്ള ചിന്തയോടുകൂടി വടിവെത്ത് നടക്കുന്ന അനേക പ്രിയപ്പെട്ടവരുള്ളപ്പോൾ എന്റെ യേശു വളരെ സാധാരണ ജീവിതം നയിച്ചാണ്. അവനെ അനുഗമിക്കാൻ വേണ്ടി വന്നവരും ഗലീലയിലെ ജാതികൾ നാടായിരിക്കുന്ന ഗലീലക്കാര് ദിവസങ്ങളിൽ വലിയ വീപ്പളക്കവും പൊങ്ങച്ചവും ഒക്കെ മാറ്റിവെച്ച് ക്രിസ്തു കാണിച്ച മാതൃകയിലേക്ക് ഇറങ്ങി വരാൻ ദൈവത്തിന്റെ പരിശുദ്ധന്മാർ നമ്മെ രാത്രി ഓർപ്പിക്കുക. അതെ, ഞാൻ ഈ പറഞ്ഞ സന്ദർഭം മനസ്സിലായിരിക്കുന്നു. പല പുരോഹിതന്മാർ വന്നില്ലേ, പല പരിശുദ്ധന്മാർ, പല ലേവ്യര് വന്നില്ലേ, പലര് വന്നല്ലോ യേശുവിന്റെ അടുത്ത്, പലര് വന്ന് സ്ഥാനപ്പെട്ടല്ലോ, യോഹന്നാന്റെ കൈ കീഴിൽ സ്ഥാനപ്പെട്ടു. പക്ഷെ അവർക്കൊക്കെ മടങ്ങിപ്പോകാൻ പല സ്ഥലങ്ങളുണ്ടായിരുന്നു. അവർക്കൊക്കെ സ്ഥാനങ്ങളുണ്ടായിരുന്നു, പദവി ഉണ്ടായിരുന്ന പലതും ഉണ്ടായിരുന്നു. എന്നാൽ പദവിയോ സ്ഥാനമൊന്നും ഇല്ലാത്ത മീൻപിടുത്തക്കാരായിരിക്കുന്ന ഗലീലക്കാരായിരിക്കുന്ന ഈ ചെറുപ്പക്കാർക്ക് അവർക്ക് ചിന്താഗതി ഉണ്ടായിരുന്നു, ദൈവത്തിന്റെ വചനം കേൾക്കണം, ദൈവത്തിനനുസരിച്ച് ജീവിക്കണം, ആ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കാണണം എന്നുള്ള ആഗ്രഹം. തിരുവെളിച്ചത്തിൽ പറഞ്ഞിരുന്ന ദൈവത്തിന്റെ കുഞ്ഞാടിനെ കാണാൻ ഉള്ള ആഗ്രഹമുള്ളവരായിരുന്നു. അതുകൊണ്ടാണ് പഴയ നിയമത്തിന്റെ അവസാന പ്രവാചകനായിരിക്കുന്ന യോഹന്നാനെ കുറിച്ച് പറഞ്ഞ ഓരോ വാക്കുകളും ഇവിടെ ഹൃദയത്തിന്റെ അകത്ത് ഇവര് സംഭവിക്കാൻ ഇടയാത്തത്. അതാണ് അവര് ഈ യോഹന്നാനെ പിരിഞ്ഞ് ഈ യേശുവിന് പിന്നാലെ പോയപ്പോൾ ആദ്യം യോഹന്നാൻ അന്ത്രയോസ് അവരൊക്കെ വിട്ടുപിരിഞ്ഞത് അപ്പനെയും അമ്മയും തുടങ്ങുമായിരുന്നില്ല. വിട്ടുപിരിഞ്ഞത് അവരെ സ്ഥാനപ്പെടുത്തിയ പഴയ നിയമത്തിന്റെ പ്രവാചകനായിരുന്ന അവസാന പ്രവാചകനായിരുന്ന
ആ യോഹന്നാനെയാണ് ആദ്യം ഉരുട്ടി വരുന്നത്. ആത്മീയമായിട്ടുള്ളൊരു മാറ്റം, ആത്മീയമായ കാഴ്ചപ്പാട് ലഭിക്കുമ്പോൾ മാറേണ്ടതെല്ലാം മാറും. പിന്നീട് കുടുംബപരമായിട്ടുള്ള രീതിയിൽ പശ്ചാത്തലത്തിലെല്ലാം മാറ്റമുണ്ടായി. ഇവിടെ ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിപ്പാടില്ലാത്ത ഒരുപടിയായി അവര് ഉപേക്ഷിക്കേണ്ടതെല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ യാത്ര ചെയ്യുവാൻ കഴിയാത്തതാണ്. പാടുമല്ലോ, ഇതെല്ലാം വന്നാലും നാം എന്ത് ഈ കഥാന്റെ പിന്നാലെ സന്തോഷത്തോടെ യാത്ര ചെയ്യും. അതെ, ആ ഒരു യാത്ര ചെയ്യണമെങ്കിൽ അത് ഈ ലോകത്തിൽ യേശുവിനെ യഥാർത്ഥമായി പിൻപറ്റണമെങ്കിൽ ആ തികഞ്ഞ സ്നേഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവനെ പിൻപറ്റുവാൻ കഴിയത്തുള്ളൂ. സ്ഥാനമാന ബഹുമാന ഭൂഷണങ്ങൾ ഒക്കെയുള്ള അനേകം യേശുവിനെ പിൻപറ്റാൻ കഴിയാതെ പോയപ്പോ ഗലീല എന്നുള്ള ചില ചെറുപ്പക്കാർക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഈ യഥാർത്ഥമായിരിക്കുന്ന വചനത്തിന്റെ സത്യത്തിന് വേണ്ടി അവർ ആഗ്രഹിച്ചത്. എന്നെ കേൾക്കുന്ന ആരുമാകട്ടെ, ഇന്ന് രാത്രി ഞാൻ സന്ദേശം പറയുമ്പോൾ നിർമ്മലമായൊരു മനസാക്ഷിയോട് ദൈവത്തിന് നിവൃത്തിയെണ്ണത്തിന് വേണ്ടി, അത് നമ്മുടെ അറിവോ കഴിവോ ബുദ്ധിയോ ജ്ഞാനമോ ഒന്നും കൊണ്ടല്ല, നിർമ്മലമായ മനസാക്ഷിയോടെ ആഗ്രഹത്തോടെ സ്നേഹത്തോടെ കർത്താവേ, ഞാൻ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു, എന്റെ വലിയവനായി കാത്തിരിക്കുന്നെന്ന് എത്ര പേർക്ക് ആത്മാർത്ഥമായി പറയാൻ കഴിയും. അതെ, അന്ന് യേശു കർത്താവ് വന്ന ആ സമയത്ത്, ആ കാലഘട്ടത്തിൽ ആ സമയത്ത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയവരാണ് ഈ യേശുവിന്റെ ശിഷ്യന്മാരിക്കുന്ന യോഹന്നാനും അന്ത്രയോസും പത്രോസും അവരൊക്കെ. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ മധ്യാകാശവാനോട് അടുക്കുന്ന ഈ സമയത്ത് നമുക്ക് ഈ സമയത്തെ പ്രയോജനപ്പെടുത്താം. നമുക്ക് അന്വേഷിക്കാം കർത്താവ് യേശു എപ്പോൾ വരുമോ. നമ്മുടെ അന്വേഷണം അതായിരിക്കണം. അന്വേഷിച്ചവരെ കർത്താവ് കൈവിട്ടില്ല, കർത്താവ് കൂടെ വന്ന താമസമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ നാം അന്വേഷിക്കേണ്ടത് കാന്തൻ എപ്പോൾ വരുമെന്നുള്ള ആഗ്രഹമായിരിക്കണം. 2000 വർഷം മുമ്പ് ഗലീലയിൽ നിന്നുള്ള ചില യൗവനക്കാർക്ക്, ചില പ്രിയപ്പെട്ടവർക്ക് യേശു ഇങ്ങനെ എവിടെയാ താമസിക്കുന്നുള്ള അറിവാൻ, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള അറിവ് അവരുടെ ഹൃദയത്തിലുണ്ടായപ്പോൾ, അന്വേഷണം ഒട്ടുണ്ടായപ്പോൾ കഥാ പറഞ്ഞു, വാ എന്റെ വീട്ടിൽ താമസിച്ചു വാങ്ങും. 2000 വർഷം കഴിയുമ്പോൾ എത്രയോ തലമുറകൾ, എത്രയോ പ്രിയപ്പെട്ട എത്രയോ വിശുദ്ധന്മാർ കഥാവിനെ അന്വേഷിച്ചു അവനോടുകൂടെ പാർക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നു. അതേ ഭൂമിയിൽ മാത്രമല്ല പാർക്കുവാൻ ഭാഗ്യം ലഭിച്ചു, മരണാനന്തരവും നിത്യതയിൽ അവനോടുകൂടെ പാർക്കുവാനുള്ള ഭാഗ്യമാണ് ഇവിടെ തേടിയെത്തിയത്. അതെ പ്രിയപ്പെട്ടവരെ, അതിനേക്കാൾ വലിയൊരു ഭാഗ്യമില്ല. യോഹന്നാൻ യേശുവിനെ അനുഗമിച്ചില്ല, സാക്ഷ്യം പറഞ്ഞു പ്രസംഗിച്ചു. അവന്റെ ശുശ്രൂഷ അതായിരുന്നു. യോഹന്നാനെ അവസാനം യോഹന്നാൻ ഇറങ്ങിപ്പോയി. ഓരോരുത്തരായിട്ട് യോഹന്നാന്റെ ശിഷ്യന്മാർ പലരും യേശുവിന്റെ പിന്നാലെ മാറുവാനിടയാച്ചു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം താമസിച്ച് യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസായി. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശീഹായെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു. ഒരു താമസം കഴിഞ്ഞപ്പോ നല്ല എക്സ്പീരിയൻസ് ആയി, പരിചയങ്ങൾ. യേശുക്രിസ്തുവിനോട് കൂടെ പാർത്ത രണ്ടുപേർക്ക് മനസ്സിലായി ക്രിസ്തു എത്ര സിമ്പിളാണെന്നുള്ളത്. അങ്ങനെ ആരെങ്കിലും കൂടെ താമസിപ്പിക്കുവോ? ഇല്ല. ഒന്ന് സംസാരിക്കുന്ന പോലും ഇല്ലല്ലോ. പുറകെ നന്നാൽ വലിയ വലിയ ആൾക്കാരുടെ പുറകെ പോയി കഴിഞ്ഞാല് അവർ തിരിഞ്ഞൊന്ന് നീ എന്തിനാ പുറകെ വരുന്ന പോലും ചോദിക്കത്തില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. വലിയ ശുശ്രൂഷിക്കുന്ന ആൾക്കാരുടെ പുറകെ ഒന്ന് നടന്നു നോക്കിക്കുക, തിരിഞ്ഞു പോലും നോക്കത്തില്ല.
പക്ഷേ ഗുരുവായിരിക്കുന്ന യേശു. അതിന്റെ പിന്നാലെ രണ്ടുപേര് വരുന്ന കണ്ടപ്പോ ഞാൻ അവരോട് ചോദിച്ചു, ഇതെന്താ അന്വേഷിക്കുന്നത്? അതാണ് ലീഡർഷിപ്പ്, അതാണ് യഥാർത്ഥമായ നായകത്വം. മുമ്പിൽ പോകുക മാത്രമല്ല, തിരിഞ്ഞു നോക്കണം. നമ്മുടെ ആവശ്യം എന്താണെന്ന് അറിയാം. അവരോടൊപ്പം വസിക്കണം, അവരെ ചേർത്ത് നിർത്തണം. അതേതാണ് ക്രിസ്തുവിന്റെ സാക്ഷ്യം. യേശു ആദ്യം ഈ സുവിശേഷത്തെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരുമൊന്നും വേണ്ട, പൊയ്ക്കോളാൻ പറഞ്ഞില്ല. അവന് മനസ്സിലായി ദൈവാത്മാവിന്റെ പ്രേരണയാണ്, വചനത്തിന്റെ ശക്തി അവിടെ വ്യാപരിച്ചതുകൊണ്ട് അന്വേഷിച്ചാണ് ഇവർ എത്തിച്ചേർന്നെന്നുള്ളത് അറിയാൻ കഴിയും. യേശു പറഞ്ഞപ്പോൾ അവർക്ക് സന്തോഷമായി. അവനോട് കൂടെ പോയി അവർ പാർത്തു. ഒരു ദിവസം പാർത്തു എന്നാണ്. 4 മണി മുതൽ അടുത്ത ദിവസം നേരം വെളുത്തവരെ യേശുവോട് പാർത്തു. എന്നിട്ട് രാവിലെ തന്നെ ഈ സന്തോഷ വർത്തമാനം പറയാൻ വേണ്ടി അന്ത്രയോസ് സഹോദരനായിരിക്കുന്ന പത്രോസിന്റെ അടുത്തേക്ക് ഓടിച്ചു. വിചാരിക്കുന്നത് യോഹന്നാൻ, ഇവിടെ പറഞ്ഞില്ലെങ്കിൽ യോഹന്നാൻ തന്നെ സബദിയുടെ വീട്ടിൽ ചെന്ന്, സബദിയോടുള്ള ബന്ധത്തിലുള്ള അവിടെ ആ സ്ഥലത്തെ ഇവരെല്ലാം ഉണ്ട്. അവര് ഗലീലയിലേക്ക് പോയിട്ടില്ല. സ്നാനത്തോടുള്ള ബന്ധത്തിൽ ഇവര് യോഹന്നാനെ ചുറ്റിപ്പറ്റി ഈ ഗലീലിൽ നിന്ന് വന്ന പല ആൾക്കാരും അവിടെ തന്നെ ഉണ്ട്. ഇവരെങ്ങനെ ജീവിച്ചെന്നോ അവരുടെ ചെലവെങ്ങനെയാണെന്ന് എന്നോട് ചോദിക്കുന്നു. പക്ഷെ ഇവരാ ഗലീല വിട്ട് ഇവര് പോകാതെ ഈ യോഹന്നാന്റെ പിന്നാലെ അവര് ഉണ്ടായിരുന്നു. അതിനാ 2 പേരാണ് യേശുവിന്റെ പിന്നാലെ എത്തിയത്. ഉടൻ തന്നെ ഇവര് പത്രോസിനെ കണ്ടു. ഞങ്ങൾ മശിയായി എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കിയപ്പോ അർത്ഥം യേശു പാർക്കുന്നിടം അറിയാമായിരുന്നു. ഈ പത്രോസെ ഓടിപ്പിടിച്ച് അന്ത്രയോസ് ഞങ്ങൾ ജീവനോട് കൂടി പറഞ്ഞു, പത്രോസെ ഞങ്ങള് മശിയായി കണ്ടെത്തിയിരിക്കുന്നു, ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു, നമ്മളിത് അന്വേഷിക്കുന്നല്ലേ, ഞങ്ങൾ കണ്ടെത്തിക്കോട്ടെ പറഞ്ഞ് അവനെ അടുത്തുകൊണ്ടു. ഇത് യേശുവിനെ കണ്ടെത്തിയ സഹോദരന്മാരെ കണ്ടെത്താൻ വേണ്ടി നമ്മൾ വിളിക്കണം. സന്ദേശം പറയണത് സുവിശേഷം. കാത്തിരിക്കുന്നവരാണെങ്കിൽ വേഗത്ത് വരും, എതിർക്കുന്നവരാണെങ്കിൽ വരത്തുമില്ല. പത്രോസ് കേട്ടപ്പോ തന്നെ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു, ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞപ്പോ അവിടെ അവനും വലിയ ആവേശമായി. അവനെ കണ്ടെത്തിയിരിക്കുന്നു പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകുമെന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകും. അപ്പോൾ യേശുവിന്റെ അടുക്കൽ പത്രോസിനെ, അല്ലെങ്കിൽ ഈ പത്രോസിനെ കൊണ്ടുവരുമ്പോൾ അവന്റെ പേര് ശിമോൻ എന്നാകും. യോഹന്നാന്റെ പുത്രനായ ശിമോനാകും. കണ്ടപ്പോളെ പറഞ്ഞു ആരാണെന്നുള്ളത്. അപ്പന്റെ പേര് കൂട്ടി പറഞ്ഞു. സഹോദരൻ അന്ത്രയോസാണ്. പത്രോസിനെ കൊണ്ടുവന്നപ്പോൾ യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകും, ഞാൻ നിന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അതെ, നീ ഗലീല വിട്ടുപോകാതിരിക്കുന്നത്, ഈ ഗലീലയിലേക്ക് മടങ്ങിപ്പോകാതിരിക്കുന്നത്, ഇവിടെ തന്നെ ഇപ്പോൾ ഈ സ്ഥലത്ത് തന്നെ ഉള്ളത്, ബേഥാനിയോട് സമീപത്ത് തന്നെ ഉള്ളത്, മറ്റൊന്നുമല്ല, ഞാൻ നിന്നെ കാണാൻ വേണ്ടി ഇരിക്കുകയാണ്. യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞു, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകും. കേഫ. പത്രോസിനോട് പറഞ്ഞിട്ട് പത്രോസ് നീ പാറയാകുന്നു, പാറക്കഷ്ണം എന്നാണ് എൻ്റെ അർത്ഥം. ഇവിടുത്തെ പല സ്ഥലങ്ങളിലും രേഖപ്പെടുത്തുന്നുണ്ട്. പാറ എന്നർത്ഥമാണ് കേഫ.
ഉറപ്പുള്ളവനായി ദൈവം അവനെ ആക്കി തീർക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അവന്റെ ഉള്ളിൽ ആഗ്രഹമുള്ളവനാണ്, ഉറപ്പുള്ളവനായിരുന്നില്ല. ഞാൻ നോക്കിയിട്ട് പറഞ്ഞു, ശിമോൻ കേൾവി എന്ന പേര് ഈ കേട്ടതേ ഉള്ളൂ, എനിക്കിതൊരു ഉറപ്പൊന്നും ആയിട്ടില്ല. എന്നാൽ നിന്നെ ഞാൻ ഉറപ്പുള്ളതാക്കി തീർക്കും. രാത്രിയിൽ ഈ സന്ദേശം ഞാൻ പറയുമ്പോൾ പലതും കേട്ടിട്ടേ ഉള്ളൂ, പക്ഷെ ഇതുവരെ കേഫയായിട്ടില്ല, പത്തോസായിട്ടില്ല. ഈ കേൾവി നല്ലതാണ്. ആ കേൾക്കും തോറും വിശ്വാസം വർദ്ധിച്ച് പാറ പോലുള്ള വിശ്വാസത്തിലേക്ക് എത്തണം, ഉറപ്പുള്ളതായിരിക്കണം. കർത്താവ് നിന്നെ ഞാൻ പഠിപ്പിക്കും, നിന്നെ ഞാൻ തിരമാലകൂടെ നടത്തും. അതിന്റെ അർത്ഥം യേശു അവനെ നോക്കിയിട്ട് പറഞ്ഞു, അവന് സംഭവിപ്പാன കാര്യങ്ങളെ കുറിച്ച് പറയുക, ഞാൻ നിന്നെ പഠിപ്പിക്കും. ഞാൻ നിന്നെ ഒരു കേൾവി എന്ന് ഉള്ള ശിമോൻ എന്ന പേര് മാറ്റി നിന്നെ ഉറപ്പുള്ളവനാക്കി നിർത്തും. നീ ആയിരിക്കും മൂലക്കലാണ് ക്രിസ്തുവോട് ചേർത്ത് പണിയിട്ടുന്ന ഒന്നാമത്തെ കല്ല് എന്നുള്ള ദൂതാണ് ദൈവം ശിമോനെ നോക്കി അരുളി ചെയ്യുന്നത്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. നിനക്ക് കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാണ്. യേശു ഈ പത്രോസിനെ ഏതെല്ലാം രീതിയിൽ ട്രെയിനിങ് കൊടുത്ത് പഠിപ്പിച്ചു. അവനെ ഉറപ്പുള്ളവനാക്കി തീർത്തു. ഒരു സന്തോഷം വന്നു കഴിഞ്ഞപ്പോൾ അവന്റെ പേര് പോലെ തന്നെ ഉറച്ചു നിൽക്കുന്നവനായി പത്രോസിനെ ദൈവമാക്കിയെടുക്കാനിടയായി. കേൾവിയിൽ നിന്ന് ഉറപ്പിലേക്ക് ആക്കിയെടുക്കുവാൻ 2024 ദൈവം ആഗ്രഹിക്കുക. നമ്മൾ പലതും കേട്ടിട്ടുണ്ട്, പക്ഷെ ഇതൊരു ഉറപ്പായിട്ടില്ല. ചഞ്ചല്യമുണ്ട്, വിശ്വസിക്കാൻ കഴിയുന്നില്ല, സംശയം ഒരുപാട് ഉയർന്നു വരുന്നു. പലപ്പോഴും ഹൃദയത്തിന്റെ അകത്ത് ഭാരമേറി ഹൃദയത്തിന് വേദന സംഭവിക്കാറുണ്ട്, തളർന്നു പോകാറുണ്ട്. എന്താ തീരുമാനമുള്ള ആദ്യം എടുക്കാറുണ്ട്. നീ കേട്ട വചനം മറന്നു പോകരുത്. ഇന്ന് രാത്രി ദൈവം എന്നോടും നിങ്ങളോടും സംസാരിക്കുക. യേശുവിനെ കൃത്യമായി സംസാരിക്കുക. നാം കേട്ട വചനങ്ങൾ നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മളെ ഉറപ്പിച്ചു നിർത്താനുള്ളത്. പാറ പോലുള്ളതാക്കാൻ തീർക്കാൻ വേണ്ടിയാണ്. അതിനുവേണ്ടി തക്ക സമയങ്ങളിൽ ദൈവം നമുക്ക് വേണ്ടതായ പരിശീലനം നൽകി നമ്മെ ഉറപ്പുള്ളവരാക്കും. കഴിഞ്ഞ ദീർഘവർഷത്തെ ക്രിസ്ത്യ ജീവിതത്തിന്റെ പാരമ്പര്യമുള്ള ദൈവമക്കളെ, നാം ഏതെല്ലാം സന്ദർഭങ്ങളിൽ യേശുവിന്റെ വചനത്തിന്റെ കേൾവി നമ്മുടെ ജീവിതത്തിന്റെ പ്രായോഗിക തലങ്ങളിൽ അത് വിശ്വാസമായി പരിണമിച്ചു നമ്മൾ ഉറപ്പുള്ളവരാക്കി തീർത്തു. നാം ഇറങ്ങി തിരിച്ച കാലഘട്ടത്തേക്കാൾ നാം നോക്കുമ്പോൾ അതെ ഒരു കേൾവി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യേശുവിന്റെ നാമം മാത്രമേ അറിയത്തില്ലായിരുന്നുള്ളൂ, മറ്റൊന്നും അറിയത്തില്ലായിരുന്നു. ഇറങ്ങി തിരിച്ച എന്നെ നിങ്ങളെ കർത്താവ് ലജ്ജിപ്പിക്കില്ല. ഓരോ ദിവസവും ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും നമ്മെ പഠിപ്പിച്ച് ഉറപ്പുള്ളവരായ ധൈര്യമുള്ളവരാക്കി അവന്റെ പിന്നാലെ സഞ്ചരിക്കുവാൻ നമ്മെ കർത്താവ് നടത്തിക്കൊണ്ടുവന്ന എല്ലാ വഴികളും ചെയ്യാം. ഇത് മാത്രം പറഞ്ഞ ദൂതല്ല. കേൾവി കേട്ട് അവന്റെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്ന എല്ലാവർക്കും അത്ഭുതമായി കാണാൻ സാധിക്കും. എല്ലാ യുവസാനം പറഞ്ഞത് എന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. എനിക്ക് സകലവും സാധിക്കണം, അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് യോബ് സാക്ഷീകരിച്ചില്ലേ? അവസാനം പരീക്ഷകളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞില്ലേ, എന്നെ കുറിച്ച് കേൾവി മാത്രമേ കേട്ടിട്ടുള്ളൂ. എനിക്ക് മനസ്സിലായി എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. രാത്രി ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുക. അതെ, അവന്റെ അടുക്കൽ വരുമ്പോ അവൻ നമ്മെ നോക്കി നമ്മോട് പറയും, നീ കേൾവി കേട്ടു വന്നതാണ്. ഒന്ന് ഞാൻ ഉറപ്പിക്കും, ശക്തീകരിക്കും, പോലെ വിശ്വാസമാക്കി തീർക്കാം. അതിനുവേണ്ടി പലവിധമായ ബുദ്ധിമുട്ടുകൾ കടന്നു പോകാറുണ്ട്. ജനമാനം കൂടെ അടക്കേണ്ടി വന്നിട്ടുണ്ട്.
എല്ലാത്തിലും യേശുവിനെ തള്ളിപ്പറയുന്നവൻ മൂക്കിലേക്ക് വന്നപ്പോൾ യേശു അവനെ കൈവിടുവാതെ അവനെ പഠിപ്പിച്ചവനെ ദൈവസ്നേഹത്തെ ഗുണവനാക്കി തീർക്കാൻ കഴിയാത്തത്. ഞാനൊന്ന് അതിൽ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്ന പേരാകുമെന്ന് പറഞ്ഞു. അത് 10 ദിവസമാണ്. ഇങ്ങനെ കർത്താവ് ഈ മരുഭൂമിയിലെ ഉപവാസത്തിന് ശേഷമായി ഈ രണ്ടുപേര് വന്ന് യോഹന്നാന്റെ ശിഷ്യന്മാരായിരിക്കുന്ന രണ്ടുപേര് യേശുവിനോട് കൂടെ താമസിക്കുകയും അതിനുശേഷമായി ശിക്ഷഗണത്തെ കർത്താവ് ഈ ബേഥാനിയ ദേശത്ത് ആ സ്ഥലത്ത് വെച്ച് തന്നെ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ അടുത്ത പിറ്റന്നാൾ വന്നിരിക്കുന്നത് യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചത്. ഫിലിപ്പോസിനെ കണ്ടു. അടുത്ത ദിവസമല്ല. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് യോഹന്നാൻ ശിഷ്യന്മാരൊക്കെ അവനോട് വരുന്നു, ഞങ്ങൾ ഉപവസിക്കുന്നൊക്കെ ചോദിക്കുന്ന ചോദ്യം പല ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചില ദിവസങ്ങൾ അവിടെ കഴിഞ്ഞു, ചില മാസങ്ങൾ അവിടെ കഴിഞ്ഞു. അതിനുശേഷമാണ് കർത്താവ് ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചത്. എപ്പോഴാണെന്നറിയാമോ? യോഹന്നാൻ തടവിലായ ശേഷം. യോഹന്നാൻ തടവിലായ ശേഷമാണ് യേശു ഗലീലയ്ക്ക് പുറപ്പെടുന്നത്. അതാണ് മറ്റ് സുവിശേഷങ്ങളുമായി താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യോഹന്നാൻ സ്നാപകൻ തന്റെ ശുശ്രൂഷ തികച്ച് അതിനുശേഷമായി അവൻ തടവിൽ ആയപ്പോൾ യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. അപ്പോൾ ഗലീലയ്ക്ക് മടങ്ങിപ്പോകുമ്പോൾ അവൻ മാത്രമായിട്ടില്ല, അവൻ തിരഞ്ഞെടുത്ത ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരു വീട്ടിൽ അവിടെ വന്ന സ്ഥലത്തെത്തിയ ശേഷമായി ഞാൻ വിചാരിക്കുന്ന കഥ പോയപ്പോൾ പലരെയും വിളിച്ചു. ഫിലിപ്പോസിനെ കണ്ടു, ഇനി അനുഗമിക്കാന്ന് പറഞ്ഞു. അവരോട് പറഞ്ഞു. അങ്ങനെ ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സയിദയിൽ നിന്നുള്ളവരായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇവരെല്ലാവരും ഈ ബേത്സയിദക്കാരായിട്ടുള്ള 3 പേര് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ ചുറ്റുവട്ടമുള്ള ആൾക്കാരാണ് അവിടെ അന്ന് ഈ യോഹന്നാൻ തടവിലാകുന്ന സമയത്ത് യേശുവിന്റെ കൂടെ അനുഗമിക്കാൻ വേണ്ടി യേശു വിളിച്ചത്. അപ്പോൾ പിറ്റന്നാൾ പറഞ്ഞ 3 സന്ദർഭങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാതെ നമ്മൾ പിറ്റന്നാൾ എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അതല്ല അതിന്റെ അർത്ഥം എന്നുള്ളതാണ് ഇന്ന് രാത്രിയിലെ തിരുവചന പഠനത്തിലെന്ന് ഞാൻ ദൈവവിലാസം വെളിപ്പെടുത്തിയത്. മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംബന്ധമായ സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് നമുക്കത് സംസാരിക്കാം. ഞാൻ മത്തായി സുവിശേഷം 4-ാം 11 വാക്യങ്ങൾ വായിക്കുന്നു. ഇങ്ങനെ അറിയിക്കുന്നത്, അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. 12-ാം വാക്യം മത്തായി 4-ാം യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാറെ അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. നസറേത്ത് വിട്ട് സെബൂലൂന്റെയും നഫ്താലിയുടെയും അതികളിൽ കടലക്കരയുള്ള കവർന്നവരിൽ ചെന്നു. അപ്പോൾ യേശു മടങ്ങി വന്ന് 40 ദിവസം കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് ഈ പറയുന്ന ബെഥാനിയ, യഹൂദ ആ ചുറ്റുപാട്ട് സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ യോഹന്നാൻ തടവിലായി എന്ന് കേട്ടാണ് അവൻ ഗലീലയ്ക്ക് വാങ്ങിപ്പോയി. ഇപ്പൊ ഇവിടെ ഈ 1-ാം അധ്യായം 43-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം ഞാൻ പറഞ്ഞനുസരിച്ച് എപ്പോഴാണ് യേശു ഗലീലയ്ക്ക് പുറപ്പെടുവാൻ ഭാവിച്ചത്? യോഹന്നാൻ തടവിലായിട്ട്. അപ്പോൾ യോഹന്നാൻ തടവിലാകുന്നത് വരെയും യേശു ഗലീലയ്ക്ക് പോയിട്ടില്ല. ഗലീലയ്ക്ക് ചെന്ന് കഴിഞ്ഞിട്ട് ആത്മാവിന്റെ ശക്തിയോട് ചെന്ന് അവിടെ ശുശ്രൂഷിച്ചു തുടങ്ങി എന്നാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ലൂക്കോസ് അത് അങ്ങനെയാണ് ലൂക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റ് കാര്യങ്ങളെ കുറിച്ച് പറയുന്നതിനേക്കാൾ കൂടുതലായി പറഞ്ഞിരിക്കുന്ന ഗലീലയിലേക്ക് മടങ്ങിപ്പോയതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. 4-ാമത്തെ കാര്യം ലൂക്കോസ് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവിനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം സംക്ഷിപ്തമായിട്ട് പിറ്റന്നാൾ എന്ന് പറഞ്ഞുകൊണ്ട് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ മർമ്മം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അതിനുശേഷമായി 13 അങ്ങനെ പിശാച് സകല പരീക്ഷ തികച്ച ശേഷം കുറെ കാലത്തേക്കാണ് വിട്ടുമാറി യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചത്. അവൻ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു.
അവൻ അവിടെ പള്ളികളിൽ ഉപദേശിച്ച എല്ലാവരും പറഞ്ഞു. ഇവിടെ യോഹന്നാൻ തടവിലായെന്ന് പറഞ്ഞിട്ടില്ല, യോഹന്നാൻ സുവിശേഷത്തിൽ പറഞ്ഞിട്ടില്ല. എന്നാൽ മത്തായി സുവിശേഷത്തിൽ, മർക്കോസ് എഴുതിയ സുവിശേഷത്തിലും വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, യോഹന്നാൻ തടവിലായ ശേഷമാണ് യേശു ഗലീലയ്ക്ക് മടങ്ങിപ്പോയെന്നുള്ളത്. രാത്രി ഈ വചനം മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മർക്കോസ് സുവിശേഷം 1-14 വാക്യം, എന്നാൽ യോഹന്നാൻ തടവിലായ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്ന മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഗലീലയിലെ കടപ്പോൾ നടക്കുമ്പോൾ ശിമോനോട് സഹോദരനായ അന്ത്രയോസും കടലിൽ വല വീശുന്ന കണ്ടു. ഇവിടെ ഈ സന്ദർഭം ഇനി നമ്മൾ മനസ്സിലാകുന്നത്, ഇവര് കഥ പറഞ്ഞെങ്കിലും തിരിച്ചവരുടെ സ്വദേശത്തേക്ക് വന്നു. അവരവരുടേതായ രീതിയിൽ അവരുടെ ജീവിതം നയിച്ചു. എന്നാൽ യേശു വീണ്ടും അവരെ വിളിക്കുന്ന ഭാഗമാണ് നമുക്കിവിടെ മറ്റ് സുവിശേഷങ്ങൾ കാണാൻ സാധിക്കുന്നത്. രാത്രി ഈ സുവിശേഷത്തിന്റെ താരതമ്യ വചന പഠനത്തിൽ നിന്ന് നമുക്ക് പിറ്റന്നാൾ എന്ന് 3 പ്രാവശ്യം യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ തിരുവചന പഠനത്തിന് അവസാനം കുറിക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ യേശു അതുപോലെ ഗലീലയിൽ നിന്ന് ഒരു കൂട്ടം ആൾക്കാര് യോഹന്നാനാൽ സ്നാനപ്പെടാൻ വേണ്ടി ഈ ബേഥാന്യയിലേക്ക് എത്തുവാൻ ഇടയെത്തുന്നു. അപ്പോൾ യേശു അവിടെ നിൽക്കുന്നതിനെ കുറിച്ചുള്ള സാക്ഷ്യം യോഹന്നാൻ പ്രസ്താവിച്ചു. യേശു സ്നാനപ്പെട്ട ശേഷമായി അടുത്ത ദിവസം യേശുവിനെ കണ്ടിട്ട് പറഞ്ഞു, ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ്. അതിനുശേഷം യേശു 40 ദിവസത്തെ മരുഭൂമിയിൽ പരീക്ഷയോടുകൂടെ പരീക്ഷയോടുകൂടിയ അവിടെ സാധാരണ പരീക്ഷിക്കപ്പെടുവാൻ വേണ്ടി മരുഭൂമിയിലായിരുന്നു. ജയാളിയായി മടങ്ങിയതിനു ശേഷമുള്ള ദിവസമാണ് പിറ്റന്നാൾ. യോഹന്നാൻ പിന്നെ ശിഷ്യന്മാരെ കാണുമ്പോൾ ഈ 2 ശിഷ്യന്മാർ, യോഹന്നാൻ 2 ശിഷ്യന്മാർ യേശുവിനെ നിഗമിച്ച് അവൻ താമസിക്കുന്നിടത്ത് പോയി താമസിക്കുന്നു. അതിനുശേഷം പിന്നെയും ചില ദിവസങ്ങൾ യോഹന്നാന്റെ ശുശ്രൂഷ തീർന്നില്ല. എന്നാൽ കഥാവത് വരെയും ഗലീലയിലേക്ക് മടങ്ങിപ്പോയി തന്റെ ശുശ്രൂഷ ആരംഭിച്ചിട്ടില്ല. എന്നാണോ യോഹന്നാൻ തടവിലായത്? അന്ന് തടവിലായപ്പോൾ പിറ്റന്നാൾ യേശു ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു. അപ്പോൾ യോഹന്നാൻ തടവിലായെന്ന് കണ്ടപ്പോൾ യാത്രയിടയിൽ ഗലീലയിൽ തുടങ്ങി തന്റെ സുവിശേഷത്തിന്റെ ഘോഷം. യാത്രയുടെ ഗലീലയിലാണ് തുടങ്ങി. ഗലീല മുതൽ സംഭവിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാത്രി കേട്ടവരിൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വചനങ്ങളെ സന്ദർഭവും വായിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കിയെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധന്മാർ നമുക്ക് നൽകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും. 1-ാം അധ്യായം രാത്രി ഞാൻ വേഗത്തിൽ പൂർത്തീകരിക്കാം. ഈ 3 പിറ്റന്നാളിനുള്ളത് മനസ്സിലായെങ്കിൽ എന്റെ ഉള്ളടക്കം ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പിറ്റന്നാൾ ഗലീലയിലേക്ക് പുറപ്പെടുവാൻ ഭാവിച്ചപ്പോൾ ഫിലിപ്പോസിനെ കണ്ടു, എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു. ഫിലിപ്പോസോ അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബേത്സയിദ എന്നുള്ളവരായ ഇവരെല്ലാം കൂടി കഥാപോയ കൂട്ടത്തിൽ തന്നെ ഗലീലയ്ക്ക് മടങ്ങിപ്പോയി. ഫിലിപ്പോസ് നദനയേലിനെ കണ്ടു. എന്ന് കഴിഞ്ഞപ്പോൾ നദനയേലിനെ കണ്ടിട്ട് അവനോട് ന്യായപ്രമാണത്തിൽ മോശയും പ്രവാചകന്മാരും എഴുതിയിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു, അവൻ യോസഫിന്റെ പുത്രനായ യേശു എന്ന നസറേത്തുകാരൻ എന്ന് പറഞ്ഞു. ഇങ്ങനെ അന്നത്തെ ആ കാലഘട്ടത്തിലെ ആ സമയത്ത് ഏറ്റവും വലിയ സംസാര വിഷയം മറ്റു പലർക്കും പലതുമായിരുന്നെങ്കിലും ഒരു ചെറിയ കൂട്ടം ആൾക്കാർക്ക് ദൈവത്തിനായിരിക്കും ക്രിസ്തുവിനെ കുറിച്ചുള്ളതാണ്. ഇന്നും ലോകത്തിൽ ഏകദേശം 800 കോടിയിലധികം ജനങ്ങളാണ്. പലർക്കും പുതിയ പല കാര്യങ്ങളും പറയാനുള്ളപ്പോൾ സിനിമാ കഥകളും മറ്റ് അത്യാധുനിക സ്പേസിനെ കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെ കുറിച്ചും യാന്ത്രിക മനുഷ്യനെ കുറിച്ചും പല കാര്യങ്ങളും പലതും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് പറയാൻ ഒറ്റ കാര്യമേ ഉള്ളൂ, അതെന്റെ യേശു വരും, അവൻ നമ്മെ ചേർക്കാൻ വേഗത്തിൽ വരുന്നു. ആ ഒരു കാഴ്ചപ്പാടോടെ കാലഘട്ടങ്ങൾ ജീവിക്കാമെന്ന് ആ ചെറുപ്പക്കാരായിരിക്കുന്ന ഗലീലയിലെ യേശുവിന് പിന്നാലെ നടന്ന വാക്ക്
മറ്റൊരു കാര്യങ്ങളിലും അല്ലായിരുന്നു അവർ ഊന്നൽ കൊടുത്തിരുന്നത്. ഹൃദയത്തിന്റെ ഭാഗത്തോ മസിയ എന്ന ക്രിസ്തുവിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ആഗ്രഹമായിരുന്നു. എന്നത് അവർക്ക് കാണുവാൻ കഴിഞ്ഞെങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രിയപ്പെട്ടവരെ നാം ബുദ്ധിക്കെത്താത്ത വൻ കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് നമ്മുടെ സമയം കളയാം. നമുക്ക് നമ്മുടെ കർത്താവിന്റെ വരവിൽ ഒരുങ്ങുവാൻ നമ്മളെ തന്നെ സമർപ്പിക്കാം. നമുക്ക് ചോദിക്കാൻ, കർത്താവെ നീ ഇരിക്കുന്നിടത്ത് ഞങ്ങളെ ഇരുത്തുവാൻ അങ്ങ് എന്ന് വരുമെന്നുള്ള ചോദ്യത്തോടെ, അന്വേഷണത്തോടെ ദിവസനായിരിക്കും കർത്താവ് സഹായിക്കട്ടെ എന്നുള്ള ദൂത് കൈമാറിക്കൊണ്ട്